ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അനീഷ് പിൻ കണ്ടെത്തും, പ്രേമലു തുടങ്ങിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ, അതോടൊപ്പം തന്നെ ഭ്രമയുഗം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളെല്ലാം തന്നെയാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ അനീഷ് പിൻ കണ്ടെത്തും എന്ന സിനിമയുടെ ഇന്നത്തെ ബോക്സ് ഓഫീസ് ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ ഇന്നലത്തേക്കാൾ കളക്ഷൻ കുറവ് തന്നെയാണ്. ഇന്നലെ ഇതേ സമയം 28 ലക്ഷത്തിൽ പരമായിരുന്നു കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ എങ്കിൽ ഇന്നത് 18 ലക്ഷമാണ്. അപ്പോൾ ഇന്നലെ 50 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉണ്ടായ സിനിമയ്ക്ക് ഇന്ന് കേരളത്തിൽ 40 ലക്ഷത്തിൽ താഴെയായിരിക്കും കേരള ഗ്രോസ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ടൊവിനോ തോമസ് സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ കൂടിയാണ്. ഇന്നത്തെ 7ാം ദിവസത്തെ കളക്ഷനോടെ സിനിമയുടെ ലോകമെമ്പാട് നിന്നുള്ള കളക്ഷൻ 11-12 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടും. എന്തായാലും സിനിമയുടെ ഫൈനൽ വെർഡിക്റ്റ് എന്താണെന്ന് അറിയാനായിട്ടും ഫൈനൽ കളക്ഷൻ എത്ര വരുമെന്ന് അറിയാനായിട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ. തുടർച്ചയായി 2 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ 2 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ പ്രേമലു. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ വൻ തരംഗമായ മലയാളം സിനിമ കൂടിയായ ചിത്രത്തിന്റെ 7ാം ദിവസമാണ് ഇന്ന് ചിത്രത്തിന് ഇന്നലത്തേക്കാൾ കളക്ഷൻ കുറവാണ്. എന്നാൽ പോലും സിനിമയ്ക്ക് വലിയ രീതിയിൽ കളക്ഷൻ ഇടിവൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നെസ്ലൻ മമിത ബൈജു ചിത്രം ഇന്നലെ ഇതേ സമയം 1,16 ലക്ഷത്തിൽ പരമായിരുന്നു കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തതെങ്കിൽ ഇന്നത് 81 ലക്ഷത്തിൽ പരമാണ്. അപ്പോൾ ഇന്നലെ വാലന്റൈൻ ദിനത്തിൽ 2 കോടിക്ക് മുകളിൽ കേരള ഗ്രോസ് ഉണ്ടായ സിനിമയ്ക്ക് ഇന്ന് 1.5 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കും കേരള ഗ്രോസ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്നത്തോടെ സിനിമയുടെ കേരള കളക്ഷൻ മാത്രം 14 കോടി രൂപയ്ക്ക് മുകളിലും ലോകമെമ്പാട് നിന്നുള്ള കളക്ഷൻ 22 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ. പ്രേമലു എന്ന തിയേറ്ററുകളിൽ വിജയിച്ച ഈ വർഷത്തിലെ 2ാമത്തെ മലയാളം സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ഫെബ്രുവരി മാസത്തിലെ മോളിവുഡിലെ വമ്പൻ സിനിമയാണല്ലോ ഭ്രമയുഗം. മമ്മൂട്ടിയെ പ്രധാന റോളിലെത്തിച്ച് രാഹുൽ സദാശിവം സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ പോസിറ്റീവ് ലഭ്യമായ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ ഇതിന് മുന്നത്തെ വീഡിയോയിലൂടെ പ്രേക്ഷകർ അറിയിച്ചതാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലെ വിഷയം ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് അല്ല, 2ാം ദിവസത്തെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് ആണ്. ആദ്യ ദിവസം പോസിറ്റീവ് ലഭ്യമായതോടുകൂടി ആദ്യ ദിവസം നല്ല രീതിയിൽ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസും ഹൗസ്ഫുൾ ഷോസും ഇതിനോടൊപ്പം തന്നെ രാത്രിയിൽ പല തിയേറ്ററുകളിലും നേടിയെടുത്ത സിനിമയ്ക്ക് നാളെ 2ാം ദിവസം വെള്ളിയാഴ്ച ദിവസം ഈ കുട്ടിച്ചാത്തൻ ചിത്രം തിയേറ്ററുകളിൽ കൂടുതൽ പ്രേക്ഷകർ കാണാനായിട്ട് എത്തുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നാളെ അടക്കം ഇതിനോടൊപ്പം തന്നെ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസിന്റെ നമ്പേഴ്സ് എല്ലാം തന്നെ ഉയരുന്നൊരു കാഴ്ച കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 1 മണിക്കൂറിനിടയിൽ 8000-ൽ പരം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി സിനിമയുടെ പേരിൽ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വൻ തരംഗത്തിലേക്ക് സിനിമ കുതിക്കുന്നു എന്നർത്ഥം. കാത്തിരിക്കൂ കൂടുതൽ ഭ്രമയുഗം വാർത്തകൾക്കും വീഡിയോ അപ്ഡേറ്റുകൾ കേട്ടും.